നമസ്കാരം. പതിറ്റാണ്ടുകളായി ലോകത്തെ എണ്ണവില നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിലെ അംഗത്വം ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് UAE. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയിലെ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയും മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും മുൻനിർത്തിയാണ് ഈ ചരിത്രപരമായ തീരുമാനമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉൽപാദന നയങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ പരിശോധനകൾക്ക് ശേഷമാണ് ഈ നയപരമായ തീരുമാനം എടുത്തത് എന്നാണ് UAE ഊർജ മന്ത്രാലയം ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിയെ തുടർന്ന് എണ്ണ ഉൽപാദനവും കയറ്റുമതിയും തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് UAEയുടെ ഞെട്ടിക്കുന്ന തീരുമാനം എത്തിയത്. സ്വന്തം നിലയ്ക്ക് എണ്ണ ഉൽപാദനം 30% വരെ വർദ്ധിപ്പിക്കാനുള്ള UAEയുടെ പദ്ധതിക്ക് ഒപെക് നിശ്ചയിക്കുന്ന പരിധികൾ തടസ്സമാകുന്നു എന്നതാണ് പിന്മാറ്റത്തിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. കൂടാതെ ഈ തീരുമാനം എടുക്കുന്നതിന് മുൻപ് സഖ്യത്തിലെ പ്രധാനിയായ സൗദി അറേബ്യയുമായി UAE ചർച്ചകൾ നടത്തിയിട്ടില്ല എന്നത് ഗൾഫ് രാജ്യങ്ങൾക്കിടയിലെ പരമ്പരാഗതമായ ഐക്യത്തിൽ വരുന്ന വലിയൊരു മാറ്റത്തെ കൂടിയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. UAEയുടെ പിന്മാറ്റം ലോക എണ്ണ വിപണിയിലെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. സൗദിയെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള രാജ്യങ്ങളിലൊന്നായ UAE പുറത്തു പോകുന്നത് എണ്ണവില നിയന്ത്രിക്കാനുള്ള ഒപെക്കിന്റെ കഴിവിനെ ഗണ്യമായി തന്നെ ദുർബലപ്പെടുത്തും. വിപണിയിൽ എണ്ണയുടെ ലഭ്യത കൂടുന്നതോടെ വില കുറയാൻ സാധ്യതയുണ്ട് എങ്കിലും നിയന്ത്രണങ്ങൾ ഇല്ലാത്തത് വിപണിയിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമായേക്കാം. എണ്ണവില കുറയ്ക്കാൻ നിരന്തരം ആവശ്യപ്പെടുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ലഭിച്ച വലിയൊരു നയതന്ത്ര വിജയമായും ഈ നീക്കം വിലയിരുത്തപ്പെടുന്നുണ്ട്. UAEയുടെ പിന്മാറ്റം ലോക എണ്ണ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്നും സൗദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതായത് എണ്ണ ഉൽപ്പാദിക്കുന്ന രാജ്യം കൂടിയാണ് UAE. എന്തായാലും വിപണിയിൽ എണ്ണയുടെ ലഭ്യത കൂടുന്നതോടെ വില കുറയാൻ സ്വാഭാവികമായി സാധ്യതയുണ്ട്. എണ്ണവില കുറയ്ക്കാൻ നിരന്തരം ആവശ്യപ്പെടുന്ന പ്രസിഡന്റ് ട്രംപിന് ഇതൊരു പോസിറ്റീവ് സൈൻ കൂടിയാണ്. മെയ് 1 മുതലാണ് UAE സംഘടനകളുടെ ഭാഗമായിരിക്കില്ല എന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപെക് രൂപീകരണത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു സ്ഥാപക രംഗരാജ്യം എന്ന നിലയിലും UAEയുടെ ഈ തീരുമാനം ആഗോള ഊർജ രാഷ്ട്രീയത്തിലെ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. രാജ്യത്തിന്റെ ദേശീയ താൽപര്യം മുൻനിർത്തിയാണ് ഇത്തരമൊരു സുപ്രധാനമായ തീരുമാനം എടുത്തതെന്ന് UAE വ്യക്തമാക്കുന്നു. മേഖലയിലെ നയപരമായ വികാസങ്ങളും വിപണിയുടെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളും കണക്കിലെടുത്താണ് ഒപെക് വിടുന്നതെന്നാണ് UAE വ്യക്തമാക്കുന്നത്. പതിറ്റാണ്ടുകളായി സംഘടനയുമായി സഹകരിച്ചതിന് അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും എണ്ണ ഉൽപാദനത്തിൽ കൂടുതൽ ഉത്തരവാദിത്വവും സുരക്ഷിതവുമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ആഗോള വിപണിയുടെ സ്ഥിരതയ്ക്കായി തങ്ങൾ നിലകൊള്ളുന്നതെന്നും UAE വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിലെ 5-1 എണ്ണയും പ്രകൃതിവാതകവും കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ ആശങ്കകൾ എണ്ണ വിപണിയെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. വിപണിയിലെ ഈ അസ്ഥിരതയ്ക്കിടയിലാണ് ഒപെക്കിന്റെ ഏകോപനം ദുർബലപ്പെടുന്നതും എണ്ണ വിതരണ ശൃംഖലയെ കൂടുതൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒപെക്കിന്റെ യഥാർത്ഥ നേതാവായി കണക്കാക്കപ്പെടുന്ന സൗദി അറേബ്യയ്ക്കും UAEക്കും പിന്മാറ്റം വലിയൊരു തിരിച്ചടിയാണ് നൽകുന്നത്. സഖ്യത്തിന്റെ കരുത്ത് കുറയ്ക്കാൻ ഇത് ഇടയാക്കും എന്നാണ് പൊതുവിലുള്ള ഒരു വിലയിരുത്തൽ. നേരത്തെ 2019 ഖത്തറും ഒപെക്കിൽ നിന്ന് പിന്മാറിയിരുന്നു. നിലവിൽ ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളും ഈ കൂട്ടായ്മയുടെ ഭാഗമല്ല. ഈ പിന്മാറ്റം സൗദി അറേബ്യയും UAEയും തമ്മിലുള്ള വിള്ളലുകൾ വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, ഇവർ തമ്മിലുള്ള ഒരു വഴക്കിൽ ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് ചേരിയിൽ മാറുന്ന രീതിയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. സൗദി അറേബ്യയുമായി പല കാര്യങ്ങളിലും ഉടക്കിയാണ് UAEയുടെ സമീപകാല നീക്കങ്ങൾ. യമനിൽ സൗദി സൈന്യം UAEക്കെതിരെ പരസ്യമായി നീങ്ങിയത് ഇതിന്റെ പ്രത്യക്ഷ തെളിവായിരുന്നു. സൊമാലിയയിലും സൗദിയും UAEയും ഭിന്നത ചേരിയിലാണ്. എന്തായാലും സുഡാൻ വിഷയത്തിലും UAEക്കും സൗദിയയ്ക്കും വ്യത്യസ്തമായ നിലപാടുകളാണ് കൈക്കൊള്ളുന്നത്. സൗദി അറേബ്യ പാകിസ്ഥാനുമായി ചേർന്ന് നാറ്റോ മാതൃകയിൽ ഒരു പ്രതിരോധ കരാർ ഒപ്പുവെച്ചതോടെ പാകിസ്ഥാനെതിരെ UAE നിലപാട് കടുപ്പിക്കുകയാണ്. പാകിസ്ഥാനോട് UAE വായ്പ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടതും ഈ സാഹചര്യത്തിലായിരുന്നു. $350 കോടി ആയിരുന്ന ഈ കടം സൗദി അറേബ്യ നൽകിയ $500 കോടി നിന്നും തുക എടുത്താണ് പാകിസ്ഥാൻ UAEക്ക് കടം കൊടുത്തതും. കഴിഞ്ഞ ദിവസം UAEക്ക് ആധുനികമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേൽ കൈമാറിയിരുന്നു. ഇന്ത്യയും UAEയുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് എന്നും ഇന്ത്യക്ക് സൗദി അറേബ്യയുമായി അടുത്ത ബന്ധമാണുള്ളത്. എന്നാൽ തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് സൗദി അറേബ്യയും മത അടിസ്ഥാനത്തിലുള്ള ഒരു ഇസ്ലാമിക് ചേരിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഇന്ത്യക്കും ആശങ്കയുണ്ട്. എന്തായാലും നിലവിൽ UAEയുടെ മാറ്റം സൗദിക്ക് തിരിച്ചടിയാവുകയാണ്.